ഹായ് ഡിയേഴ്സ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ബി എഡിൻ്റെ എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എവിടെയും പഠിച്ചെത്തിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഒന്നും പഠിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് എങ്ങനെ പഠിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അല്ലാതെ തിയറീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നല്ല ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് എന്ന് പറയുന്ന പേപ്പർ, അതിൽ സാധാരണ വരാറുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചോദിക്കാറുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കവർ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. ഇനി ഇത് മുഴുവനായിട്ടും പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളെങ്കിലും നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പേപ്പറിൽ ജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ യൂണിറ്റ് 1 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ, ഒന്ന് ലേണിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്, ദെൻ ലേണിംഗ് ആൻഡ് മെച്യൂറേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ദെൻ ടൈപ്സ് ഓഫ് ലേണിംഗ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിപ്പോൾ യൂണിറ്റ് 1 എല്ലാ ഭാഗവും പറയുന്നുണ്ടല്ലോ, പിന്നെ ഇതിലെന്താ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ലേണിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 5 മാർക്കിനാണ് സാധാരണ സെക്ഷൻ ബിയിൽ, പാർട്ട് ബിയിലാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിച്ചിട്ട് പോവുക. അത് എളുപ്പമാണ് പഠിക്കാനായിട്ട്, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതുമ്പോൾ വലിച്ചു വാരി പോയിൻ്റ് എങ്ങനെ എഴുതണേക്കാൾ നല്ലത് ജസ്റ്റ് ആ പോയിൻ്റ് എന്താണെന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നിങ്ങൾക്ക് എഴുതാൻ പാകത്തിന് അറിയുമെങ്കിൽ അങ്ങനെ എഴുതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം, കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് നന്നായി അറിയാമെന്നൊരു കാര്യം കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ ഹെഡിങ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ ഒരു എക്സാം എഴുതണം എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇനി ലേണിംഗ് ആൻഡ് മെച്യൂറേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ലേണിംഗും മെച്യൂറേഷനും തമ്മിൽ എന്ത് തരത്തിലുള്ള റിലേഷനാണുള്ളത്, അതിനെ കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ ലേണിംഗും മെച്യൂറേഷനും എങ്ങനെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ലേണിംഗും മെച്യൂറേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പഠിച്ചിട്ട് പോവുക. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബാക്കി പറഞ്ഞ 3 നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ഇൻഡിവിജ്വൽ വേരിയബിൾ, ടാസ്ക് വേരിയബിൾ ആൻഡ് മെത്തേഡ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. അത് 3ഉം കൃത്യമായി തന്നെ പഠിക്കുക. അത് വിട്ടിട്ട് നിങ്ങൾ എക്സാമിന് പോകാതിരിക്കുക. കാരണം മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണത്. വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ബാക്കി പഠിക്കേണ്ടെന്നല്ല കേട്ടോ. അത് പഠിച്ചില്ലെങ്കിൽ പോലും ഇത് പഠിക്കാതെ പോകരുത് എന്ന് വെച്ചാൽ അത് പഠിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പഠിക്കണം. ദെൻ അതോടൊപ്പം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ലേണിംഗ്, പലതരത്തിലുള്ള ലേണിങ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ആണ്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ച് പോവുക. ഇനി ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു പ്രോബബിലിറ്റി ആണ് കേട്ടോ. മുൻപ് വന്നത് വെച്ചുകൊണ്ടും അതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും ഞാൻ പറയുന്നതാണ്. ഇനി ഇതല്ലാതെ വന്നാൽ മിസ്സ് ഇതിങ്ങനെ പറഞ്ഞു തന്നിട്ട് എന്തേ ഇങ്ങനെ മാറിപ്പോയി എന്ന് ചോദിക്കരുത്. ഞാൻ പ്രോബബിലിറ്റിയാണ് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഒരുവിധം നമ്മുടെ ഈ ഒരു സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും വേണ്ട, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്നു മാത്രമേ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ, നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുമല്ലോ ഇത് പഠിക്കണം മിസ്സ് പറഞ്ഞ് മാത്രമല്ലാണ്ടും പഠിക്കണം തോന്നുന്നവർ പഠിച്ചോളൂ. അല്ലാതെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ യൂണിറ്റ് 1 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ യൂണിറ്റ് 2 വരുമ്പോൾ മോട്ടിവേഷൻ ആൻഡ് ക്ലാസ് റൂം ടെക്നിക്സ്. ഈ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്താണെന്നും 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും പഠിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്ന രീതിയിൽ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ
മോട്ടിവേഷൻ ക്ലാസ് റൂം ടെക്നിക്സ്, അതായത് ക്ലാസ് റൂം ടെക്നിക്സിന് മോട്ടിവേഷൻ, കുട്ടികളിൽ മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ക്ലാസ് റൂം ടെക്നിക്സ് യൂസ് ചെയ്യാം എന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. വാട്ട് ഈസ് മോട്ടിവേഷൻ ആൻഡ് ദ ക്ലാസ് റൂം ടെക്നിക്സ് യൂസ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് മോട്ടിവേഷൻ ഇൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം കാണാറുണ്ട് 5 മാർക്കിന്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യുക. ദെൻ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് 2 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ യൂണിറ്റ് 2 ഈ 2 കാര്യങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ യൂണിറ്റ് 3 വരുമ്പോൾ വലിയ ചാപ്റ്ററാണ്, അതിലെ ഒന്നും തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല, എല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിക്കുമ്പോൾ എന്താണ് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിലും അതുപോലെ ബാക്കിയുള്ള എല്ലാ തിയറീസിലും ഓരോ കഥകളുണ്ടാവും. കഥകൾ എന്ന് പറഞ്ഞാൽ ഓരോ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും. ഈ എക്സ്പെരിമെൻറ്റിന് നിങ്ങൾ പ്രാധാന്യം അധികം കൊടുക്കണ്ട. എക്സ്പെരിമെൻ്റ് എന്താണെന്ന് അറിയണം, അതുപോലെ അത് ഏത് മൃഗത്തിലാണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങളുടെ കേട്ടറ്റ് പോലുള്ള എക്സാമുകൾക്കൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു BEd എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ എസ്സേയോ അല്ലെങ്കിൽ 2 മാർക്കിനോ എഴുതാണ്ടാവുക. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് അല്ല സാധാരണ ചോദിക്കാറുള്ളത്. സാധാരണ എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ചോദിക്കും. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി കുറേ കഥകളും എക്സ്പെരിമെൻറ്റും ഒക്കെ എങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും എഴുതുക, കാര്യമൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. അപ്പം മാർക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു തിയറി ചോദിച്ചാൽ അതിൻ്റെ എക്സ്പെരിമെൻറ്റിനേക്കാൾ ഉപരി അതിൽ പറയുന്ന മെയിൻ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിൻറ്റ്സ് എന്താണെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം ഒന്ന് ലോസ് ഓഫ് ലേണിംഗ് ആണ്. നിങ്ങൾ 3 ലോസ് തൊണ്ടേക്കിൻ്റെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ 3 ലോസ് പഠിക്കുക. ദെൻ അഡീഷണൽ ലോസ് കുറച്ച് പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ച് പോവുക. അഡീഷണൽ ലോസ് പഠിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3 എണ്ണം, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ദെൻ ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറയുന്ന 3 എണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ 3 എണ്ണം എന്തായാലും പഠിച്ചിട്ട് നിങ്ങൾ പോകണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഈ ലോസിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് ചോദിച്ചു എന്നും വരാം. അപ്പോൾ കൃത്യമായി അത് പഠിച്ചിരിക്കണം. ദെൻ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്. എന്ത് തിയറി പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സാണ് അല്ലേ. നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ഇത് എങ്ങനെ കൊണ്ടുവരാം, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇത് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് തിയറി പഠിക്കുകയാണെങ്കിലും അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് പഠിച്ചിരിക്കുക. ഇനി എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് പഠിക്കുമ്പോൾ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. അതിൽ കോമൺ ആയി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എന്തൊക്കെ വേണ്ടി, മോട്ടിവേഷൻ അറൗസ് ചെയ്യാനായിരിക്കാം, ദെൻ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിരിക്കാം, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യാനായിരിക്കും, ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കുട്ടീനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതെല്ലാത്തിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ അല്ലാതെ വരുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ മൈന്യൂട്ടായിട്ടുള്ളതുണ്ടാവും, അതായത് ഓരോ ലേണിങ്ങിലും. അതെന്താണ് എന്ന് കൂടെ നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിലെഴുതാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ലോസ് ഓഫ് ലേണിംഗ് എന്തായാലും പഠിച്ചിരിക്കണം ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിൽ. ദെൻ പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലുള്ള പറഞ്ഞല്ലോ, എക്സ്പെരിമെൻറ്റിനേക്കാൾ ഉപരി അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ദെൻ എക്സ്പെരിമെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് അതിൽ പറയുന്ന അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്താണ്, അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്താണ്, ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണ്, ഇതൊക്കെ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റിമുലസ് എന്താണെന്നൊക്കെ പഠിച്ചിരിക്കണം. ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ആണ് ഒപ്പറൻ്റ് കണ്ടീഷനിങ്. ഒപ്പറൻ്റ് കണ്ടീഷനിൽ നിങ്ങൾ നോക്കേണ്ടത് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ആ 2 ടേമും ചോദിക്കാറുണ്ട്. റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പണിഷ്മെൻറ്റിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും കൃത്യമായി പഠിച്ചിരിക്കണം. റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. ദെൻ ചിലപ്പോൾ എന്ത് ചോദിക്കാറുണ്ട്, 5 മാർക്കിന് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസവും ചോദിക്കാറുണ്ട്. അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും നോക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഒപ്പറൻ്റ് കണ്ടീഷനിങ്. അതും ചോദിച്ച് കണ്ടിട്ടുണ്ട്, 5 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം കൂടെ സ്ട്രെസ് ചെയ്യണം. അപ്പോൾ യൂണിറ്റ് 3 ഫസ്റ്റ് ബിഹേവിയറിസ്റ്റ് തിയറീസിൻ്റെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് ഗാഗനീസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിന്
മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പഠിക്കാനും വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹയറാർക്കിയാണ് പറയുന്നത്. അപ്പോൾ ആ ഹയറാർക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഏറ്റവും ആദ്യം പറയേണ്ട ഹയറാർക്കി ഏതാണോ അത് തന്നെയായിരിക്കണം ആദ്യം പറയേണ്ടത്. ഏറ്റവും ഹയസ്റ്റിൽ പറയേണ്ട ഹയറാർക്കിയിലുള്ളത് ഏതാണോ അത് തന്നെയാണ് ഹയസ്റ്റിൽ പറയേണ്ടത്. അല്ലാതെ ഷഫിൾ ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഹയറാർക്കിയിൽ എന്തെങ്കിലും ഒരു ഡിസോർഡർ വന്നുകൊണ്ടോ എഴുതി കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസ്ബൽ. ഇവരിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടില്ല. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. സാധാരണ അങ്ങനെ കണ്ടിട്ടില്ല, ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. പിയാഷയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നതിൽ ഒരു സ്റ്റേജ് പഠിക്കുന്നുണ്ട്. അപ്പം അതുപോലെ അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 കൊഗ്നിറ്റീവ് ഫങ്ഷനിങ്ങും പഠിക്കുന്നുണ്ട്. കൊഗ്നിറ്റീവ് സ്ട്രക്ചറിനെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം, അതായത് അസിമിലേഷൻ, അക്കോമഡേഷൻ എന്താണെന്ന് കൃത്യമായി പഠിച്ചിരിക്കുക. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ സ്റ്റേജസ് അത്രയും ഡീറ്റെയിൽ അല്ലെങ്കിൽ പോലും അതിൻ്റെ 4 എണ്ണം വരുന്നതെങ്കിലും കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ പിയാഷയുടെ സ്റ്റേജസ് പഠിക്കുക, അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്തായാലും പഠിക്കണം. ദെൻ ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലം എന്താണെന്നൊന്ന് നോക്കുക. 2 മാർക്കിന് ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ വൈഗോട്സ്കിയിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, അത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ZPD. 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. MKO, മോർ നോളജബിൾ അതറിനെ കുറിച്ച്. ദെൻ സ്കഫോൾഡിങ്. ഇങ്ങനെ 3 എണ്ണം 2 മാർക്കിന് വൈഗോട്സ്കിയുടെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ 5 മാർക്കിനും ZPD ചോദിക്കാറുണ്ട്, ഇല്ലുസ്ട്രേഷൻ കൂടി അടങ്ങിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ വൈഗോട്സ്കിയുടെ തിയറി ആവും ചോദിക്കുക. തിയറി ചോദിക്കുമ്പോൾ ഈ ZPDയും മോർ നോളജബിൾ അതറും സ്കഫോൾഡിങ് ഒക്കെ നിങ്ങളൊന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവരൊക്കെ ഒന്ന് നോക്കി കാണുക. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ദെൻ ഓസ്ബലിൻ്റെ മീനിങ് വേർബൽ ലേണിംഗ് എന്താണെന്ന് പഠിക്കുക. 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ അതിലെ എക്സ്പോസിറ്ററി ആൻഡ് കമ്പാരറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന ഭാഗം 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. എക്സ്പോസിറ്ററി ആൻഡ് കമ്പാരറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതും കൃത്യമായി പഠിക്കുക. ദെൻ എല്ലാ തിയറീസിൻ്റെയും എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഒരു വർഷം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു പിയാഷയുടെയും ബ്രൂണറിൻ്റെയും ഓസ്ബലിൻ്റെയും വൈഗോട്സ്കിയുടെയും 4 പേരുടെ തിയറീസ് എഴുതുകയും അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എഴുതാൻ പറഞ്ഞിട്ട് ഒരു വർഷം 10 മാർക്കിനൊരു ചോദ്യം ഉണ്ടായിരുന്നു. സാധാരണ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എന്താണ്, എല്ലാവരുടെ തിയറിയും കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം, അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ അത് എഴുതുമ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്ര സമയമേ ഉള്ളൂ എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ ടാക്ട്ഫുള്ളി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, മറ്റേ ക്വസ്റ്റ്യൻ അറിയാമോ എന്ന് നോക്കുക. അത് നന്നായി അറിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എക്സ്പെരിമെൻ്റ് അത്രയും നിങ്ങൾ നോക്കിയില്ല. അത് നോക്കിയില്ല എന്ന് ഉദ്ദേശിച്ചത് അതിന് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യമില്ല, ഈ ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ലുസ്ട്രേഷൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തും കൂടെ എഴുതേണ്ടി വരും, ഈ എക്സ്പെരിമെൻറ്റും കൂടെ നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ഫുള്ളായിട്ട് വിടണം എന്നല്ല പറഞ്ഞത്, മനസ്സിലാക്കി വെച്ചിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൽ എഴുതാനുള്ള ഒരു കഴിവിൽ നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിൽ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറിയാണ്. ഒരു വർഷം ചോദിച്ചു കണ്ടിട്ടുണ്ട് കാൾ റോജേഴ്സിൻ്റെ. അപ്പോൾ അവിടെ വരുന്നൊരു തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാൾ റോജേഴ്സിൻ്റെ ഒരു തിയറി നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നുണ്ട്, സെൽഫ് തിയറി.
അപ്പോൾ ആ തിയറി ആയിട്ട് ഇതിനൊരു കണക്ഷൻ വെച്ചുകൊണ്ടായിരിക്കും പലരും എഴുതുക. അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കുക, അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ആൽബർട്ട് ബന്ദുരയുടെ തിയറിയിൽ നിങ്ങൾ അതിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. 4 സ്റ്റെപ്പ് അതിൽ പറയുന്നുണ്ട്. ആ 4 സ്റ്റെപ്പുകളിലാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് സോഷ്യൽ ലേണിംഗ് തിയറി, അതിലെ ആ ഒരു സ്റ്റെപ്പുകൾ. ദെൻ പിന്നെ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കോപ്പറേറ്റീവ് ലേണിംഗും കൊളാബറേറ്റീവ് ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലേണിംഗും പിയർ ട്യൂട്ടറിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇതിലേതെങ്കിലും ഒന്ന് എന്താണ് ഓരോ വർഷം ഇടവിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചില വർഷങ്ങളിൽ ഇല്ലാതെയും വന്നിട്ടുണ്ട്, പക്ഷെ കാണാറുണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ കോൺസെപ്റ്റ് മാപ്പിംഗ്. കോൺസെപ്റ്റ് മാപ്പിംഗ് 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2 മാർക്കിന് ചോദിക്കേണ്ടത് ചിലപ്പോൾ ഒരു ഇല്ലുസ്ട്രേഷൻ വിത്തായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു കോൺസെപ്റ്റ് മാപ്പിംഗ് വരയ്ക്കാനും കൂടെ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ്. ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് പലപ്പോഴും 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. കൂടുതലും സ്ട്രെസ് ചെയ്യാറ് അതിൻ്റെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെസ് ചെയ്യുക. ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്താണെന്ന് പഠിക്കുക, അതോടൊപ്പം തന്നെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് പഠിക്കുക. അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ 5 മാർക്കിന് അത് രണ്ടും നോക്കുക. എൻഗേജ്ഡ് ലേണിംഗ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് പോവുക. ഇൻ കേസ് 2 മാർക്കിനൊക്കെ ചോദിച്ച് വന്നാൽ എഴുതാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെച്ച് പോവുക. ഇനി ഇതൊക്കെ പഠിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3ലെ ലാസ്റ്റത്തെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. 5 മാർക്കിനും 10 മാർക്കിന് വരെ ഈ എസ്സേ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങും എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്നാണ് കേട്ടോ. അപ്പോൾ അത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. എല്ലാവരും അത് മറക്കാതെ നോക്കി പോകേണ്ട ഒരു ഭാഗമാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ യൂണിറ്റ് 3ൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അത്രയും ഭാഗങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ച് പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് യൂണിറ്റ് 4. യൂണിറ്റ് 4ൽ മെമ്മറി എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ എന്താണ് 2 മെമ്മറി ടൈപ്സ് ഓഫ് മെമ്മറി എഴുതാൻ പറഞ്ഞിട്ടും 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെമ്മറിയും ടൈപ്സ് ഓഫ് മെമ്മറിയും 2 മാർക്കിനാണ് സാധാരണ കണ്ടിട്ടുള്ളത്. 5 മാർക്കിന് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ 2 മാർക്കിനുള്ള സ്ട്രെസ് ചെയ്തോളൂ. 5 മാർക്കിനുള്ളതും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ 2 മാർക്കിനുള്ളതെങ്കിലും പഠിച്ചു വയ്ക്കണം. ദെൻ ഷോർട്ട് ടേം മെമ്മറി എന്താ, ലോങ് ടേം മെമ്മറി എന്താ, അത് രണ്ടും ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി എന്ന് 5 മാർക്കിനും ചോദിക്കാറുണ്ട്. ഓക്കെ. ദെൻ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് മെമ്മറി. മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ടാവും. അതിലേതെങ്കിലുമൊക്കെ ഒരു 5-6 എണ്ണം പഠിച്ചു വെച്ചിരിക്കുക. ഇനി അതിൽ തന്നെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ് ഉണ്ട്. അക്രോണിയം, അക്രോസ്റ്റിക്സ്, നിമോണിക്സ്, അങ്ങനെയുള്ള ചില വേർഡ്സ് അതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് 2 മാർക്കിന് വേണ്ടിയിട്ട് ഒന്ന് പഠിച്ചു വെച്ച് പോകുക. ദെൻ മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി ചോദിക്കാറുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. എന്തായാലും ഈ ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ഒക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഈ മൾട്ടി സ്റ്റോറേജ് മെമ്മറി അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി അറ്റ്കിൻസൺ ആൻഡ് ഷിഫറിൻ്റെ ആ മോഡൽ നിങ്ങൾ പഠിക്കും. ചിലപ്പോൾ ചോദിക്കാറുണ്ട് 5 മാർക്കിന്. പറ്റുമെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് പോകുക. ദെൻ ഫോർഗെറ്റിങ്ങിൻ്റെ കേർവും. അതിൽ ഫോർഗെറ്റിംഗ് എന്താണെന്നല്ല സാധാരണ ചോദിക്കാറ്. ഫോർഗെറ്റിങ്ങിൻ്റെ കർവ് വരയ്ക്കാൻ എങ്ങനെ ഒരു ചോദിക്കാറ് ഇങ്ങനെയാണ്, എങ്ങനെ ഒരു ഫോർഗെറ്റിങ്ങിൻ്റെ കർവ് വരയ്ക്കാം എന്നാണ് ചോദിക്കാറുള്ളത്. ഡ്രോ ചെയ്യാൻ വരാറുണ്ട്. അതോടൊപ്പം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എങ്ങനെ വരയ്ക്കാം. അപ്പോൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ്, എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുന്നു. അതിൽ നമ്മൾ ടൈമും എന്താണ് പെർസെൻറ്റേജ് ഓഫ് ഫോർഗോട്ടനും നമ്മൾ അടയാളപ്പെടുത്തുന്നു എക്സ് ആക്സിലും വൈ ആക്സിലും. ദെൻ ആ കർവ് നമ്മൾ ഏത് ഷേപ്പിലാണ് വരയ്ക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതണം. നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതണം, വരച്ചാൽ മാത്രം പോരാ. അപ്പോൾ ഫോർഗെറ്റിംഗ് കർവ് എന്താ നോക്കുക. ഇനി ഫോർഗെറ്റിംഗ് എന്താണ്, വാട്ട് ഈസ് ഫോർഗെറ്റിംഗ് ആൻഡ് കോസസ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫോർഗെറ്റിങ്ങും കോസസ് ഓഫ് ഫോർഗെറ്റിങ്ങും. അപ്പോൾ ഈ കോസസ് ഓഫ് ഫോർഗെറ്റിങ്ങിൽ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷനും റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷനും എന്ന് പറഞ്ഞിട്ട് 2 ഉണ്ട്. 2 ഇൻ്റർഫിയറൻസ് വരും. പ്രോ ആക്റ്റീവ് ഇൻ്റർഫിയറൻസും റിട്രോ ആക്റ്റീവും. അത് രണ്ടും കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. അത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പ്രോ ആക്റ്റീവ് ചോദിക്കും, ചിലപ്പോൾ റിട്രോ ആക്റ്റീവ് ചോദിക്കും, ചിലപ്പോൾ 2 നമ്മൾ വ്യത്യാസമൊക്കെ 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ 5 മാർക്കിനും ചോദിക്കാം. കോസസ് ഓഫ് ഫോർഗെറ്റിംഗ് 5 മാർക്കിനാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ പ്രോ ആക്റ്റീവും റിട്രോ ആക്റ്റീവും 2 മാർക്കിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് 4ൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ഭാഗങ്ങൾ.
ദെൻ യൂണിറ്റ് 5 വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്തായാലും പഠിക്കണം. അതായത് സിൻടാക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, ദെൻ സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം, നർച്ചർ ആൻഡ് എഫക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ എന്തായാലും ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. എന്താണ് 5 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇനി മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ എല്ലാ മോഡൽസും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അഡ്വാൻസ് ഓർഗനൈസർ മോഡലും കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലെങ്കിലും കൃത്യമായി പഠിച്ചു വെച്ച് പോകണം. എന്താണ് അതിൽ പറയുന്നതെന്നുള്ളത്. അതിൻ്റെ എല്ലാം തന്നെ സിൻടാക്സ് കൃത്യമായി ഓർത്ത് വയ്ക്കുക, എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ഓർത്ത് വയ്ക്കുക. കാരണം അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും ഒരുവിധം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സോ ആ ഒരു മോഡൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട്. ബാക്കിയൊന്നും പഠിക്കേണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ല, അതെങ്കിലും പഠിച്ചു വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ദെൻ ഗ്രൂപ്പ്സ് ഇല്ലേ, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് വളരെ എളുപ്പമാണ്. അതെന്താണെന്ന് പഠിക്കണം, കാരണം അത് ചോദിക്കാറുണ്ട് 5 മാർക്കിന്. ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ഇത് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൊഹഷൻ, ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കോഷൻ 2 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്, 5 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് കോഷനിലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രൂപ്പ് കോഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതിൻ്റെ സ്റ്റേജസ് അതായത് സ്റ്റെപ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഗ്രൂപ്പ് കോഷൻ്റെ. അപ്പോൾ ഗ്രൂപ്പ് കോഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഭാഗം ഒന്നും കൂടെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സും അതുപോലെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ഒക്കെ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സ് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഗ്രൂപ്പ് കോഷനും 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നന്നായി നോക്കി പോകുക. ദെൻ സോഷ്യോമെട്രി 2 മാർക്കിനാണ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ചില കൊല്ലങ്ങളിൽ സോഷ്യോമെട്രി എന്താ, അതിൻ്റെ യൂസസ് എന്താണെന്നും കൂടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. 2 മാർക്കിനെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വയ്ക്കുക. ബാക്കി പിന്നെ അതിൻ്റെ യൂസസ് നിങ്ങൾക്ക് സ്വയമായിട്ട് എഴുതാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സോഷ്യോമെട്രി എന്താണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെച്ച് പോകാൻ ശ്രമിക്കാം. ദെൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആൻഡ് ദ റോൾ ഓഫ് ദ ടീച്ചർ. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ചോദിക്കാറുണ്ട്, SC ആയിട്ടൊക്കെയാണ് ഒരു വർഷം ചോദിച്ചത്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങും അതിൽ ടീച്ചറുടെ റോൾ എന്താണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈഡൻസ് എന്താ, കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ബേസിക് ആയിട്ട് വരുന്ന ഗൈഡൻസും കൗൺസിലിങ്ങും ഏതാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ദെൻ ടീച്ചറുടെ റോൾ എന്താണെന്നുള്ളതും കൂടെ ഇതിൽ പഠിച്ചിരിക്കുക. കുറേ കാര്യങ്ങൾ, സ്കില്ലുകളൊന്നും സാധാരണ ചോദിച്ചിട്ടില്ല. ദെൻ ക്വാളിറ്റി ഓഫ് എ ഗുഡ് കൗൺസിലർ ഒന്നും ചോദിക്കാറില്ല. കാരണം അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് 4th സെമ്മിൽ നിങ്ങൾക്ക് ആ ഒരു പേപ്പർ തന്നെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല. പക്ഷേ എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് പോയിക്കോളൂ എന്താണെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഗൈഡൻസും കൗൺസിലിങ്ങും എന്താണെന്നുള്ള കാര്യം, അതായത് എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതും ടൈപ്സും ദെൻ റോൾ ഓഫ് ദ ടീച്ചറും കൃത്യമായി മനസ്സിലാക്കണം, കാരണം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത്രയാണ് യൂണിറ്റ് 5 വരുന്നത്. ദെൻ യൂണിറ്റ് 6 നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്യണം. കാരണം 2 മാർക്കിന് ചോദിക്കാറുണ്ട് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്താണ്, ചിലപ്പോൾ 5 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ പിന്നെയാണ് മെറ്റാകോഗ്നിഷൻ. മെറ്റാകോഗ്നിഷൻ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് എന്തായാലും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് മെറ്റാകോഗ്നിഷൻ എന്താണെന്ന്. പലർക്കും അറിയാറില്ല, എന്തൊക്കെയോ എഴുതി വെക്കും. പക്ഷെ അങ്ങനെയല്ല, 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ആപ്റ്റായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ 5 മാർക്കിന് ചിലപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്ലാനിങ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അതിൻ്റെ സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ. ആ ഭാഗങ്ങളൊക്കെ മോണിറ്ററിങ്, അവയർനെസ് ഒക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതെന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് രണ്ടും പറ്റിയില്ല, ഇപ്പോൾ നിങ്ങൾക്ക് 5 മാർക്കിന് പറ്റില്ലെങ്കിൽ 2 മാർക്കിനെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ. 2 മാർക്കിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ റിഫ്ലക്റ്റീവ് പ്രാക്ടീസും മെറ്റാ കൊഗ്നിഷനും. ഇനി അതിൽ തന്നെ ഡൺ ആൻഡ് ഡണ്ണിൻ്റെ ഒരു ലേണിംഗ് സ്റ്റൈൽ വരുന്നുണ്ട്. ദെൻ അപ്രോച്ചസ് ടു ലേണിംഗ്. ഈ അപ്രോച്ചസ് ടു ലേണിംഗ് ഒരു വർഷം SC ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം അപ്രോച്ചസ് ടു ലേണിംഗുമായി ബന്ധപ്പെട്ട് ലേണിംഗ് സ്റ്റൈൽ എന്താ, അപ്രോച്ചസ് ടു ലേണിംഗ് എന്താ, എങ്ങനെ ക്ലാസ് റൂമിൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന്, റോൾ ഓഫ് ടീച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വർഷം കണ്ടിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഭാഗം നോക്കി തന്നെ പൊക്കോളൂ. ഇതൊന്നും പറ്റില്ല എന്നുള്ളവർക്കാണ് ഞാൻ ഇത്രയെങ്കിലും നോക്കി നിങ്ങൾ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പോകണം. ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു ഇതിൻ്റെ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ അതിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ ഭാഗങ്ങളും അത് എത്ര മാർക്കിന് എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ടൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എക്സാമിന് നിങ്ങൾ പാസ്സായിരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഇനി ഇതെന്തായാലും ഇതിലെല്ലാം വരും. പക്ഷേ മിസ്സ് പറഞ്ഞതൊന്നും വന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഞാനല്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളൊന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന്
എഴുതാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ 4th തൊട്ട് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാമെന്നറിയാം. 5th നിങ്ങൾക്ക് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് വരുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ നിങ്ങളത് എഴുതി പാസ്സാവട്ടെ എന്നും കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.